ഞാനല്ല ഇത് ആന്ധ്രപൂത്തുകളാണ്. ആ ഹരിയാന പൂത്തുക്കളെ നമുക്ക് പറ്റൂല, നമ്മൾ കൊണ്ടുവരാൻ കഴിയൂല. അത് നമ്മൾ ആദ്യം ഹരിയാന പൂത്തുക്കളൊക്കെ കൊടുന്നതിന് അത് ഈ പാറപ്പൊടിയിലാണ് വരുന്നത്. അത് ശ്വാസം മുട്ടി കണ്ടമാനം നഷ്ടപ്പെട്ടു. പാറപ്പൊടിയിലാവുമ്പോൾ ശ്വസിച്ചപ്പോൾ പാറപ്പൊടി വണ്ടി പോകുമ്പോൾ ഇങ്ങനെ ശ്വസിച്ചാൽ ജലദോഷം പനിയും വന്ന ഉള്ളിലേക്ക് വന്ന ഇത് നല്ല നല്ല ചണ്ടിയിൽ വരുന്ന പോത്തുകളാണ്. ഇത് കേടുപാടുകൾ വല്ലാതെ ഇവർ പേരുള്ളത് വലിയ ജന്തുക്കളാവും. കജ്ജും കാലവരും നല്ല കൊമ്പൻ സൈസും നല്ല പോത്തുകൾ, നല്ല ഉയരമുള്ള പോത്തുകൾ. അപ്പൊ മനസ്സ വെള്ളം കൂടി കൊടുത്തില്ല, ഇപ്പൊ അറക്ക കന്ന് നിങ്ങൾ കണ്ടുകൂടെ ഈ കാര്യം. നിങ്ങൾ ഇവിടെ പൊടിയിൽ അത് മൂക്കാരും മൂക്കുത്തിയാണ്ടും മറ്റോടും മറച്ചൊക്കെ ഉണ്ടാകും. ഇതിപ്പോ വണ്ടിയിൽ ഇറങ്ങുകയാണ്. ഉള്ളിക്ക് പനിയില്ലോല് പെരിന്തൽമണ്ണ ഈ ഭാഗത്തുകൂടെ ഉള്ളിൽ പഞ്ചലോലും പുറത്ത് പഞ്ചലോലൊക്കെ ഉണ്ട്. പനി ഇപ്പൊ ലഞ്ചാണ്, നിങ്ങൾക്ക് അറിയില്ല. അത് നോക്കണ്ട. ഇത് പോത്തുട്ടാളുണ്ടോ നോക്കി നിങ്ങള്, ഉണ്ടെങ്കിലും കൊണ്ട് ഇത് 265 ഉറുപ്പ്യ കൊടുക്കാം. പോത്തുണ്ടാള് ഇത് കരൂർ കച്ചിപ്പെട്ട പോത്തുണ്ടാളാണ്. കൊമ്പും തലയും കണ്ടങ്ങള് ഇത് എത്ര ഉയരം പോത്തുകൾ ഇല്ല, അത്ര വലിപ്പുണ്ട്. ഞാൻ തന്നെ 7 അടി വലിപ്പുണ്ട്, അല്ല 5.5 അടി 5.75 ഇതിന് മേലെ ജോഡിയിലാക്കാൻ പറ്റിയ പോത്താണ്. പോത്താണ് നോക്കി നിങ്ങള്. പോത്തുകൾ കജ്ജും കാലം വലിപ്പുണ്ടോ നമ്മൾ കൊണ്ടുപോയി പോയി. നല്ല പള്ള തെരുവ് കൂടെ ഉണ്ടാവും പോത്താണ്, നല്ല പോത്താണ്. ഇത് 2 പോത്താളുകൾ ഉണ്ടെങ്കിൽ കൊണ്ട് ഒരു ഉമ്മ പെറ്റ കുട്ടികളെ മാറി കൊമ്പും തലയും കണ്ടങ്ങള് അതാണ് പോത്തത്. ഈ വലുതുവാണെങ്കിൽ ഇതിണ്ട്, വലിയ പോത്താളാണ് ഇതിമുണ്ട്. ഈ മേടിയം പോത്താളൊക്കെ ഇതിരുമ കൂടെ ഒക്കെ ഉണ്ട്. റാണി പോത്തുണ്ടാ ഈ കരൂർ കച്ചി പറഞ്ഞാലേ കരൂർ കച്ചി തന്നെ കച്ചി പോത്തുകുട്ടികളാടാ. ആ അത് കച്ചി തല ഉണ്ട്, വേണ്ട തലപ്പാട് നല്ല സൈസ് ഉണ്ട്. ഇത് ഹരിയാനല്ല, ഇത് ആന്ധ്രപൂത്തുകളാണ്. ഹരിയാന പൂത്തുക്കളെ നമുക്ക് പറ്റൂല, നമ്മൾ കൊണ്ടുവരാൻ കഴിയൂല. അത് നമ്മൾ ആദ്യം ഹരിയാന പൂത്തുകളൊക്കെ കൊടുന്നതിന് അത് ഈ പാറപ്പൊടിയിലാണ് വരുന്നത്. അത് ശ്വാസം മുട്ടി കണ്ടമാനം നഷ്ടപ്പെട്ടു. പാറപ്പൊടിയിലാവുമ്പോൾ ശ്വസിച്ചപ്പോൾ പാറപ്പൊടി വണ്ടി പോകുമ്പോൾ ഇങ്ങനെ ശ്വസിച്ചാൽ എന്താവും, ജലദോഷം പനിയും വന്ന ഉള്ളിലേക്ക് വന്ന ഇത് നല്ല നല്ല ചണ്ടിയിൽ വരുന്ന പോത്തുകളാണ്. ഇത് കേടുപാടുകൾ വല്ലാതെ ഇവർ പേരുള്ളത് വലിയ ജന്തുക്കളാവും. കജ്ജും കാലവരും നല്ല കൊമ്പൻ സൈസും നല്ല പോത്തുകൾ, നല്ല ഉയരമുള്ള പോത്തുകൾ. നമ്മുടെ നമ്പർ ഇപ്പൊ എല്ലാം 8714 8714 46 94 92. അതിന് വാട്സപ്പ് ഉണ്ട്, അതിനെ വിളിച്ചു. എന്താ നമ്മളെ മോലാളി അങ്ങനെ പറയുന്നത്? നീച്ചടാ ചൂട്ടാ, നീച്ചടാ ചൂട്ടാ, നീച്ച. ഇത് നമുക്ക് 26 റുപ്യ കൊടുക്കേ. 26 റുപ്യ കൊടുക്കാറ്. ഏകദേശം എത്ര തൂക്കുണ്ടാവും? കിലോന് ഏകദേശം പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ തൂക്കുകയാണെന്നുണ്ടെങ്കിൽ 150-160 കിലോനൊക്കെ മൊത്തത്തിൽ തൂക്കുമ്പോൾ നമ്മള് കിലോത്തിന് നമ്മൾ അങ്ങനെ കൊടുക്കാൻ പറ്റും. വളർത്തുട്ടികളല്ലേ, എരുമല്ലല്ലോ. എരുമി മൂരിയല്ല കിലോത്തിന് കൊടുക്കാൻ പറ്റും. കിലോത്തിന് നമുക്ക് 150 ഉറുപ്പ്യായിട്ട് കൊടുക്കാം. 155, 160 ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് 150 ഉറുപ്പ്യായിട്ട് കൊടുക്കാം. ലൈവ് തൂക്കം. ചോലക്കൽ കുട്ടിപ്പാറേ നമ്പർ വിളിച്ചാൽ മഞ്ചി ചന്തിയിൽ അവിടെ ഉണ്ടാവും. ആളെ കാണാം. ചളി ഇറക്കുന്നത് പൊടിയാ കണ്ടത്.
ഒരു മിനിറ്റ് കഴിച്ചോക്കാം. ഒന്ന് കഴിച്ചോക്കാം. ഒന്ന് കണ്ടോ കേട്ടോ. ആ മാളിന് അതുകൊണ്ട് മുന്നിൽ ഒരു പോത്തും കുട്ടി എനിക്ക് തരണം എന്നുണ്ടെങ്കിൽ പറ്റൂ. പക്ഷെ എനിക്ക് തരാന് മടിയാണ്. മടിയല്ല, ആലി പറ്റേറ്റല്ല. പോത്തുകുട്ടി നന്നായ എനിക്ക് വാങ്ങൂ. ഞാൻ നമുക്കറിയാം കരൂർ കച്ചിപ്പെട്ട പോ ഇത് പോത്തുണ്ട്. കൊടുക്കണമെന്ന് പറയാനാണ്. 22 രൂപ. നിങ്ങളവിടെ ഞാൻ കൂടെ നിങ്ങളവിടെ തരാം. അന്ന് പറഞ്ഞതാണ് ഞാനത് പോരാ. ഒരു കൈനട്ട് കച്ചവടം പണയം ഇതിന്റെ ഭാരൊക്കെ നോക്കണം കേട്ടോ. ഇങ്ങോട്ട് നോക്കും. നല്ല എന്താ പോത്ത് റാണിയാണ് പോത്ത്. ഞാൻ മാണി കൊണ്ടുപോകും വീട് ഉണ്ട്. തരാൻ തന്നെയാണ് ഒരു കൈനട്ടം. എന്നാ വിൽക്ക. അപ്പൊ ഒരു കൈനട്ടം അങ്ങനെ വിറ്റിട്ട് കാര്യമല്ല. വിൽക്കാൻ അത്രക്കും വിൽക്കാം. അതുകൊണ്ട് കാര്യം അതിന് കാര്യമില്ല. പൊന്നരിശൊന്നും വേണ്ട. ശരിക്ക് വാങ്ങാനുള്ള കാര്യം അങ്ങോട്ട് നടക്കുവാന്ന്. ഇങ്ങോട്ട് നടക്കുക. ഇങ്ങോട്ടല്ല എന്തെങ്കിലും ചെറിയ കാര്യം അങ്ങോട്ട് ഇതാകണ മാതിരിയാണ് ഈ കുട്ടി ഇപ്പത്തിന് കാത്തിക്കാണ്. നമ്മളിപ്പോ ഇന്നത്തെ ദിവസത്തിലുള്ള നിങ്ങളും ഞാനും ഉള്ളത് ഒരു കൈനിട്ട കച്ചവടം. അപ്പൊ അതിന് മര്യാദകളില്ലാതെ പറയാം. അപ്പൊ ഞമ്മക്കൊരു 500 ഉറുപ്പിക തരും. ഞാൻ നല്ല ബുദ്ധിമുട്ട് തന്നെ. നല്ല കാണിക്കുന്നുണ്ട്. അത് പൈസാവും. എന്തെങ്കിലും കൂട്ടിയാണോ കൊടുക്കട്ടെ? കൊടുക്കാനല്ല ഇത് കൊടുക്കുന്നത്. അല്ലാതെ എന്തിനാ ഇത് കൊടുക്കുന്നത്? അത് കിട്ടണം. പിന്നെ ആയിക്കോട്ടെ, മെല്ലെ മതി. നിങ്ങൾ മെല്ലെ മതി. ഇത് മെല്ലെ വാങ്ങണം. അർജന്റ് കൂട്ടി വാങ്ങാൻ പറ്റൂ. എന്നാല് അല്ലേ വാങ്ങൂല. നിങ്ങൾക്കും വേണ്ടിട്ട് നല്ലതല്ലാതെ വാങ്ങാൻ പറ്റൂലോനെ. അതുകൊണ്ടാ പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും വാങ്ങും കരുതിയില്ല നല്ലത് വാങ്ങി തരുന്നത്. ആ അതല്ല ബുദ്ധിമുട്ടി. പോത്തറി ഏതാ ബുദ്ധിമുട്ടാണ് വേണ്ട കളി. ഈ 2 പോത്തില്ല ഇതാണ്ട കളി. കറ്റുംകാരുമില്ല. ഇത് 2 കൂടി ഇട്ടു. $46,000 കൊടുക്കട്ടെ. 46,000 കൊടുക്കട്ടെ. അല്ല അയക്കില്ല. ഇതൊന്നും പോണ ആളാ. അത്തേതുണ്ടെങ്കിൽ ഇത് പോത്തല്ല. ഞാൻ ഒറ്റ കാര്യം പോത്തിന വില അല്ലാതെ നിങ്ങൾക്ക് ഉച്ചയുള്ള വില. പോത്തിന് ഗോൾട്ടിക്ക വില. രാമദാസ് ഇതിന് തുണിക്ക് എത്ര വില? 5,000-6,000 തുണിയൊക്കെ ഉണ്ട്. ഉണ്ടെങ്കിൽ കൊടുത്തല. രാവിലെ അടുത്ത് പറഞ്ഞു. അത് അടുത്ത് വിട്ടു 47 ഉറുപ്പിക കൊടുത്തല. പറയണം. പറയാതെ ഞാൻ പറഞ്ഞ് രാവിലെ ഒരു കൈനീട്ടം കൊടുക്കാനല്ലേ ഭർത്താവ് പറയണോളൂ. തരാനാണ്. കൈ അയച്ചാണ് ഞാൻ വാങ്ങിക്കാം. പറഞ്ഞില്ലേ എനിക്ക് തന്നിട്ടില്ലേ? 5 ദിവസം തരാജ് കൊണ്ട് അതിനെ പറ്റി ഇതെനിക്ക് തരാനൊക്കെ തീർപ്പായിപ്പെട്ട് കൊണ്ടുപോകും. ഒന്നും ഇങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട. അത് 44 ഉറുപ്പിക കൊടുത്താൽ ഞങ്ങൾക്ക് പറയാത്തല്ലേ. അല്ല പറയാ അങ്ങനെ നിരങ്ങണ്ട. രാവിലത്തെ കച്ചവടമാണ്. നിരങ്ങണ്ട. ഇല്ല ഇത് രാവിലത്തെ കച്ചവടമാണ്. നിരങ്ങണ്ട. ഉണ്ട്. ഇത് വില ഉണ്ട്. അതുകൊണ്ടാണ് വില ഉണ്ട്. അതുകൊണ്ടാണ് 500 ഉറുപ്പിക കിട്ടി എനിക്ക് ഞാൻ തരും. ഇപ്പൊ ഒന്നും കാട്ടിയില്ല. വെള്ളം കാട്ടിയും ബൈക്കോട്ട് ഒന്നുമില്ല. ഇപ്പം വന്നിറങ്ങിയിട്ടുള്ളൂ. പോത്തുകുട്ടി 45 ഉറുപ്പിക ഉണ്ട്. അത് ഇജ്ജ് നോക്കണ്ട. പോത്തുകുട്ടി പണയമുറിക്കുണ്ട്. തരുന്നത് ഇജ്ജ് നോക്കണ്ട. രാവിലത്തെ ഒരു കഴിഞ്ഞിട്ട കച്ചവടമാണ്. വേറെ ഒന്നും ഇജ്ജ് പറയണ്ട. ഇതിപ്പറ്റി ഞാൻ ഈ ചെറുക്കനെ കുറെ നേരമായി പൊടിച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു കച്ചവടം കഴിഞ്ഞിട്ട് കച്ചവടം. നിങ്ങളെ അറിയാതെ ഞാനൊരു കാര്യം കൂടി പറയണ്ട. എനിക്ക് തീർപ്പിന് എവിടെ വഴിവുണ്ടാകും. അല്ല ആയിക്കോട്ടെ. കൊണ്ടുപോയി രാവിലെ കൈപോണി എന്തെങ്കിലും കൈനോട്ട് കൊടുത്താൽ അത് കഴിഞ്ഞിട്ട് നീ തന്നെ പോത്തുകൊണ്ട് പണയം മുറിക്കുന്നുണ്ട്. പോത്തുകൊണ്ട് പണയം മുറിക്കുന്നുണ്ട്. വരിട്ടാ
തോനെ പിടിച്ചാൻ കഴിയൂല കേട്ടോ. ഏയ് തോനെ പിടിച്ചാൻ കഴിയൂല. ഇത് ആന്ധ്രപൂത്തുകളാണ്. ആ ഹരിയാന പൂത്തുക്കളെ നമുക്ക് പറ്റൂല, നമ്മൾ കൊണ്ടുവരാൻ കഴിയൂല. അത് നമ്മൾ ആദ്യം ഹരിയാന പൂത്തുകളൊക്കെ കൊടുന്നതിന് അത് ഈ പാറപ്പൊടിയിലാണ് വരുന്നത്. അത് ശ്വാസം മുട്ടി കണ്ടമാനം നഷ്ടപ്പെട്ടു. പാറപ്പൊടിയിലാവുമ്പോ ശ്വസിച്ചപ്പോ പാറപ്പൊടി വണ്ടി പോകുമ്പോ ഇങ്ങനെ ശ്വസിച്ചാല് എന്താവും? ജലദോഷം പനിയും വന്ന ഉള്ളിലേക്ക് വന്ന ഇത് നല്ല നല്ല ചണ്ടിയിൽ വരുന്ന പോത്തുണ്ട്. ഇത് കേടുപാടുകൾ വല്ലാതെ ഇത് കേടുള്ളത് വലിയ ജന്തുക്കളാവും. കജ്ജും കാലം നല്ല കൊമ്പൻ സൈസ് നല്ല ഉയരമുള്ള പോത്തുണ്ട്.